ഹായ് ഓൾ. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ CSIR UGC നെറ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ, അതായത് 9th ഡിസംബർ 2024 എൻ ടി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും CSIRൻ്റെ NTA CSIR വെബ്സൈറ്റിലും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പ്രകാരം ആപ്ലിക്കേഷൻ പോർട്ടൽ ഇന്നലെ മുതൽ 9th ഡിസംബർ മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ദിവസം ഡിസംബർ 30th ആണ്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 31st ഡിസംബർ വരെ സമയമുണ്ട്. എല്ലാവരും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുള്ളൊരു ഡേറ്റാണിത്. ശ്രദ്ധിക്കുക, 30-ാം തീയതി ഡിസംബർ 30-ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഡിസംബർ 30-ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക് മാത്രമേ 31-ാം തീയതി കൂടി ഫീസ് അടയ്ക്കാനുള്ള അവസരം കിട്ടുകയുള്ളൂ. 31-ാം തീയതിയാണ് ആപ്ലിക്കേഷൻ്റെ അവസാന ദിവസം എന്ന് വിചാരിച്ച് ഇരിക്കരുത്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ എല്ലാവരും വേഗം തന്നെ സബ്മിറ്റ് ചെയ്യുക. അവസാന നിമിഷത്തിലെ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സെർവർ ഡൗൺ ആകുന്നത് സംബന്ധിക്കുന്ന ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. വീണ്ടും ഒന്നുകൂടി പറയുന്നു, 9th ഡിസംബർ, അതായത് ഇന്നലെ മുതൽ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. 30th ഡിസംബർ വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം. ദെൻ ജനുവരി 1-നും 2-നും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്ഷൻ വിൻഡോ പ്രയോജനപ്പെടുത്താം. എന്നാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസും പിന്നീട് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചില ഡീറ്റെയിൽസ് മാത്രമേ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കറക്ഷൻസ് ഒന്നും വരുത്താതെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിനെ സംബന്ധിച്ചാണ്. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക. അങ്ങനെ ആവശ്യമുള്ള ആളുകൾ, അതായത് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനുള്ള ആളുകൾ, SC ST റിസർവേഷനുള്ള ആളുകൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടാവണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ കൃത്യമായ ഫോർമാറ്റ് CSIR ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ, CSIR UGC നെറ്റ് എക്സാമിനേഷൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ റിസർവേഷന് വേണ്ടിയിട്ടും റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക. OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതേപോലെ ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ്, അതേപോലെ ഓൺഗോയിങ് PG ചെയ്യുന്ന റിസൾട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലാത്തവർക്ക് റിസൾട്ട് അവൈറ്റഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. സോ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് വരുന്നത് അതിനനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. അത് ആപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ ഫോട്ടോ, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫിൻ്റെ കൃത്യമായ സൈസും മറ്റ് സ്പെസിഫിക്കേഷൻസും ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക. അതേ സൈസിൽ തന്നെ നിങ്ങളുടെ ഫോട്ടോ റീസൈസ് ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. ആൻഡ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളർ ഫോട്ടോ ആണെങ്കിലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് ആണെങ്കിലോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകണമെന്നും 80% ഫേസ് റിവീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫോട്ടോഗ്രാഫ് എന്നും ഇയേഴ്സ് വിസിബിൾ ആയിരിക്കണമെന്നും ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോ ആ സ്പെസിഫിക്കേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ സിഗ്നേച്ചറിനെ സംബന്ധിച്ചും നമ്മളുടെ ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ട് അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടത് JPG ഫോർമാറ്റിലാണ്. സിഗ്നേച്ചറിൻ്റെ സൈസും ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേ സ്പെസിഫിക്കേഷനോട് കൂടി തന്നെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ എല്ലാവരും ആപ്ലിക്കേഷൻ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, എക്സാം ഡേറ്റ് ടെൻറ്റേറ്റീവായിട്ട് CSIR പറഞ്ഞിരിക്കുന്നത് 16th ഫെബ്രുവരി മുതൽ 28th ഫെബ്രുവരി ഉള്ളൊരു റേഞ്ച് ഓഫ് ഡേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ മുന്നെയൊക്കെ ഒരു 3 ദിവസം 4 ദിവസം വരെയുള്ള ഡേറ്റ് ആണ് തരിക.
ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. 16th ഫെബ്രുവരി മുതൽ 28th ഫെബ്രുവരി വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും എക്സാം വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 16th ഫെബ്രുവരി എന്ന അതിലെ ആദ്യത്തെ ഡേറ്റ് തന്നെ എടുക്കുകയാണ് എങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഒരു 60 to 70 ഡേയ്സ് നമ്മളുടെ മുമ്പിലുണ്ട്. സോ എല്ലാവർക്കും വ്യക്തമായ പ്രിപ്പറേഷനോടുകൂടി എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. സോ നന്നായി പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് എക്സാം ഫേസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.